ഇന്നത്തെ വര തുടങ്ങണം മക്കളെ. എന്താകും എന്തോ. എന്നാൽ പിന്നെ വരക്കണ നേരം കൊണ്ട് ഒരു കഥ പറഞ്ഞാലോ. പണ്ടൊരു ദിവസം ദ്രോണാചാര്യ ശിഷ്യരോട് പറഞ്ഞു, ഇന്ന് നമുക്കൊരു അമ്പെയ്ത്ത് മത്സരം നടത്താം. എന്നിട്ട് മരത്തിൻ്റെ കൊമ്പിൽ ഒരു പക്ഷിയുടെ ഡമ്മി വെച്ചു. എന്നിട്ട് ഒന്നാമൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, ഇതെന്തൊക്കെയാണ് കാണുന്നത്? എല്ല് കുലച്ചു നിന്ന യുധിഷ്ഠിരൻ പറഞ്ഞു, ഗുരു, എനിക്ക് കൊമ്പും കാണാം ഇലയും കാണാം. ഇത് കേട്ട ദ്രോണാചാര്യർ ആട്ട് എൻ്റെ കൈപ്പാട്ടെന്ന് പൈക്കച്ചു. വലിയ താഴെ വെച്ചിട്ട് അടുത്ത ആളുവാ. അടുത്ത ഭീമൻ, എനിക്ക് പക്ഷിയുടെ ചിറകും വാലും പിന്നെ ആ മാങ്ങയുമൊക്കെ കാണാം. അത് കേട്ട ദ്രോണർ, ഒന്നങ്ങോട്ട് തരും ഞാൻ പൊയ്ക്കജിൻ്റെ മുന്നിൽ നിന്ന്. നകുലൻ, മാഷെ, എനിക്ക് മരവും കാടും ബാക്കിയുള്ള സഹോദരന്മാരെയും ഒക്കെ വ്യക്തമായി കാണാം. ദ്രോണാചാര്യർ, എന്നാൽ പിന്നെ ഇജ് ഓല കൂടെ അങ്ങോട്ട് പോയി വർത്താനം പറഞ്ഞിരിക്കുക. പിന്നെ സഹദേവൻ, ഗുരു, ആ പക്ഷിയെ മൊത്തം കാണുന്നുണ്ട്. എന്നാൽ ഇജും ആ വരിയിൽ പോയി നിൽക്കുക. അവസാനം വന്ന അർജുനനോട് ഗുരു, ഇജെന്തൊക്കെയാണ് കാണുന്നത് അർജുന? മരം കാണുന്നുണ്ടോ? ഇല്ല. മരത്തിലെ പക്ഷിയെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷീനെയും കാണുന്നില്ല ഇജ്? ഇല്ല, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് കേട്ട ദ്രോണാചാര്യർ ആവേശത്തോടെ, എന്നാൽ പിന്നെ ചാമ്പിക്കോ മക്കളെ. അർജുന അമ്പ് ചെയ്തു. ആ അമ്പ് ലക്ഷ്യം കൊണ്ടു. ഇത് തന്നെയാണ് നമ്മൾ പേപ്പറിൽ കളർ തൊടുമ്പോഴും ചുറ്റുമുള്ള ബഹളം മറ്റു ചിന്തകളും നോക്കിയാൽ ചിത്രം ചളമാകും. ബ്രഷിൻ്റെ തുമ്പും ആ ഒറ്റ കളറും മാത്രമേ കൺമുന്നിൽ കാണാവൂ. ആ ഒരു ഏകാഗ്രത കിട്ടിയാലേ നമ്മൾ മനസ്സിൽ കണ്ട ആ രൂപം കൃത്യമായി ആ പേപ്പറിൽ ജീവൻ വെക്കൂ. സംഗതി നേരല്ലേ? അപ്പം എങ്ങനെ ഉണ്ട് ഇന്നത്തെ വരാം? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം.